ആകാശത്തിന് താഴെ നിറയെ പച്ചപ്പ്. ഈ പച്ചപ്പിനിടയിലൂടെ ഉയരത്തിൽ നിന്നും തേനീച്ചയുടെ ഇരമ്പൽ പോലെ താഴേക്ക് പതിക്കുന്ന വെള്ളം. മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനിലെ ഈ കാഴ്ച പൂർണ്ണമായി കാണാൻ ഡയറി നോട്ട്സ് ചാനലിലെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഡയറി നോട്ട്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ പഞ്ചമടി ഹിൽ സ്റ്റേഷനിലെ ബി ഫോൾസ് എന്ന വെള്ളച്ചാട്ടമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. പച്ചമടിയിലെ ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ സന്ദർശിക്കുന്നതിന് നമ്മൾക്ക് പെർമിറ്റ് ആവശ്യമാണ്. ഇത് ബൈസൺ ലോഡ്ജ് മ്യൂസിയത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡയറി നോട്ട്സ് ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ പച്ചമടിയിലെ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള സഫാരി ജീപ്പുകൾ മാത്രമേ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് അല്ല. നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്ന സഫാരി ജീപ്പുകൾ നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് ബി ഫോളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ജീപ്പിൽ നിന്നും ഇറങ്ങി ഏകദേശം അരമണിക്കൂർ ദൂരം താഴേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങിയും നടന്നും വേണം പോകാൻ. പ്രായമുള്ളവർക്കും തീരെ ചെറിയ കുട്ടികൾക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. അതുപോലെ തിരിച്ചു മുകളിലേക്കും കയറി വരാനുണ്ട്. കുറെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഒരു മിനി ഫോൾ ആണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെയും. ഇവിടുന്ന് കുറെ ദൂരം കൂടി നടന്നാലേ ബി ഫോളിലേക്ക് എത്തുകയുള്ളൂ. ബി ഫോളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തേനീച്ചയുടെ ഇരമ്പൽ പോലെ വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് ദൂരെ നിന്നേ കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ ബി ഫോൾ എന്ന് വിളിക്കുന്നത്. ബി ഫോൾ വർഷം മുഴുവൻ ഓപ്പൺ ആണെങ്കിലും സമ്മറിൽ ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് സമ്മറിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഒക്ടോബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് ബി ഫോൾ. പച്ചമടിയിൽ വേറെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടെങ്കിലും ബി ഫോൾ ആണ് ഏറ്റവും മനോഹരം. നല്ല മഴക്കാലത്ത് ചിലപ്പോൾ ബി ഫോളിൽ ഇറങ്ങാൻ പെർമിഷൻ കിട്ടിയെന്ന് വരില്ല. കാരണം വെള്ളത്തിന്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ബി ഫോൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒക്ടോബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ വരിക.
രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഇവിടേക്കുള്ള ടിക്കറ്റും പെർമിഷനും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചമടി ബൈസൺ ലോഡ്ജ് മ്യൂസിയത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. പച്ചമടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സമ്മർ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ പച്ചമടി കൂടി ഉൾപ്പെടുത്തുക. ഡയറി നോട്ട്സിലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡയറി നോട്ട്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡയറി നോട്ട്സിലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്